ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആവിയിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, വീഡിയോ കണ്ടിരിക്കുന്ന സമയം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടി 2 ഗ്ലാസ് അളവിൽ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ഗ്ലാസ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടിയതൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം, 1 കപ്പല്ല, ആ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഞാൻ അങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ, ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുത്ത് തന്നിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു 3 ടീസ്പൂൺ ഒരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. ഇതിലോട്ട് 1 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കപ്പി കാച്ചി നമുക്കെടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് കപ്പി കാച്ചി നമുക്ക് എടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ കപ്പി വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് ഒരു പാൻ്റെ ഉള്ളിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 3/4 ഗ്ലാസ് അളവിൽ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് അളവിൽ വരെ പഞ്ചസാര നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 3 ഏലക്കയുടെ സീഡും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ മാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഒരു തവിയുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ബൗളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സാക്കി ഇത് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും നന്നായിട്ട് തന്നെ വീർത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തു, ഒരു തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് മുന്തിരിയും കൂടെ ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് പുറത്തോട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പാത്രത്തിൽ നിന്ന് വെടിവിച്ചെടുക്കാം. നമ്മൾ എണ്ണയൊക്കെ തടവി വെക്കുന്നതുകൊണ്ട് വെടിവിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള അപ്പം തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയത്. അടുത്തത് നമുക്കൊന്ന് വെടിവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല പഞ്ഞി പോലെയുള്ള, വായിലിട്ട് അലിഞ്ഞു പോകും ആ രീതിയിലുള്ള നല്ലൊരു പെർഫെക്റ്റ് വട്ടയപ്പം തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.